ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും സയൻസ് അക്കാഡമിയുടെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഡൈമെൻഷണൽ അനാലിസിസിൻ്റെ കണ്ടിന്യൂവേഷനാണ്. നമ്മൾ രണ്ട് അപ്ലിക്കേഷൻസ് ഒക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചിരുന്നു അല്ലേ? പക്ഷേ രണ്ടാമത്തെ അപ്ലിക്കേഷനിൽ ഒരു പ്രോബ്ലം ചെയ്തിട്ടുള്ളൂ. നമുക്കൊരു പ്രോബ്ലം കൂടി ചെയ്ത് രണ്ട് ഹോംവർക്കൊക്കെ തന്ന് തേർഡ് അപ്ലിക്കേഷൻ്റെ സ്റ്റാർട്ടിംഗ് ഒക്കെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഡൈമെൻഷണൽ അനാലിസിസ് അവസാനിപ്പിക്കാം. അപ്പോൾ ഡൈമെൻഷണൽ അനാലിസിസ് തീരുന്നതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ തീരാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഡൈമെൻഷണൽ അനാലിസിസ് കണ്ടിന്യൂവേഷൻ. ഓക്കെ, നമ്മളപ്പോൾ ഒരു പ്രോബ്ലം കൂടി ചെയ്തിട്ട് നമുക്ക് സെക്കൻഡ് അപ്ലിക്കേഷൻ ആണ് അവസാനിപ്പിക്കാം. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഡയറക്റ്റ് പ്രോബ്ലത്തിലേക്ക് കിടക്കാണ്. ഓക്കെ, derive the equation of centripetal force. Suppose centripetal force depends on mass of the particle, radius of the circular path and speed. അതായത് സെക്കൻഡ് അപ്ലിക്കേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് അപ്ലിക്കേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ടു ഡിറൈവ് ദ ഇക്വേഷൻ അല്ലെങ്കിൽ ടു ഡിറൈവ് ദ റിലേഷൻ എമംഗ് ഡിഫറെൻറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഓർ ഡിറൈവ് ദ ഇക്വേഷൻ ഓഫ് ഡിഫറെൻറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഡിറൈവ് ദ റിലേഷൻസ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഡിറൈവ് ദ ഇക്വേഷൻ ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, ഇക്വേഷൻ ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ലേ? ഇതൊക്കെയാണ് ഡൈമെൻഷണൽ അനാലിസിസിൻ്റെ അപ്ലിക്കേഷൻ. അപ്പോൾ ആ ഒരു സെക്കൻഡ് അപ്ലിക്കേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ പറയാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാണ്. ഡിറൈവ് ദ ഇക്വേഷൻ ഓഫ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. Suppose centripetal force depends on mass m of the particle, radius r of the circular path and speed v of the particle. Question ഒന്ന് repeat ചെയ്യാം. Derive the equation of centripetal force. Suppose centripetal force depends on mass m of the particle, radius r of the circular path and speed v of the particle. അതായത് സെൻട്രിപെറ്റൽ ഫോഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്ക് ഡൈമെൻഷണൽ അനാലിസിസ് യൂസ് ചെയ്തിട്ടൊന്ന് ഡിറൈവ് ചെയ്യണം. ഡൈമെൻഷണൽ അനാലിസിസ് ചെയ്ത് ഡിറൈവ് ചെയ്യണം. അപ്പോൾ ആ ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സാണ് ക്വസ്റ്റ്യൻ നിൽക്കണേ. മാസ് തന്നിട്ടുണ്ട്, റേഡിയസ് തന്നിട്ടുണ്ട്, വെലോസിറ്റി തന്നിട്ടുണ്ട്. കാരണം സർക്കുലർ മോഷനിൽ മാത്രമാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്നുള്ള ഫോഴ്സുകളൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് റേഡിയസ് വന്നേക്കണേ. പിന്നെ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിൾസിനാണ് ഇത് ഉണ്ടാവുക, അതാണ് വെലോസിറ്റി വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, എങ്ങനെ പ്രപ്പോർഷണൽ, ഡയറക്റ്റ്ലി ആണോ ഇൻവേഴ്സ്ലി ആണോ പ്രപ്പോർഷണൽ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അറിയാത്തത് ഇക്വേഷനാണ് നമ്മൾ ഇപ്പോഴും കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിറൈവ് ചെയ്ത് നമ്മൾ ഇന്നും അത് തന്നെയാണ് ഡിറൈവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡെറിവേഷനിലേക്ക് കിടക്കാണ്, ഡയറക്റ്റ് ആൻസറിലേക്ക് കിടക്കാണ്. എന്താണ് നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്ന പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ റിപ്പീറ്റേഷൻ, വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആൻസറിലേക്ക് കിടക്കണം. സെൻട്രിപെറ്റൽ ഫോഴ്സ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുക ക്യാപിറ്റൽ എഫ്. എഫ് പ്രപ്പോർഷണൽ എം റൈസ് ടു എ, വി റൈസ് ടു ബി, ആർ റൈസ് ടു സി. എന്താണ് എയും ബിയും സിയും? അവരെയാണ് നമുക്ക് ഡൈമെൻഷണൽ അനാലിസിസിലൂടെ കണ്ടെത്തേണ്ടത്. അതെന്താണ് എയും ബിയും സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമ്മിൻ്റെ എത്രാമത്തെ പവറിനെയാണ് ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യണമെന്ന് അറിയില്ല, വിയുടെ എത്രാമത്തെ പവറിനെയാണ് പ്രപ്പോർഷണൽ എന്നറിയില്ല, സി ആറിൻ്റെ എത്രാമത്തെ പവറിനെയാണ് പ്രപ്പോർഷണൽ എന്നറിയില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് ഡൈമെൻഷണൽ അനാലിസിസ് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? സെൻട്രിപെറ്റൽ ഫോഴ്സ് എഫ് പ്രപ്പോർഷണൽ എം റൈസ് ടു എ, വി റൈസ് ടു ബി, ആർ റൈസ് ടു സി. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് പ്രപ്പോർഷണാലിറ്റി മാറ്റണം. അപ്പോൾ ഈക്വൽ ടു വരും, ഒപ്പം തന്നെ എന്ത് വരും എന്നറിയാം, കോൺസ്റ്റൻറ്റ് വരും അല്ലേ? നമ്മളിങ്ങനെ എഴുതാം, കെ എന്നുള്ള ലെറ്റർ കൊണ്ട് എഴുതും. അപ്പോൾ എഫ് ഈക്വൽ ടു കെ ഇൻറ്റു എം റൈസ് ടു എ, വി റൈസ് ടു ബി, ആർ റൈസ് ടു സി. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എഴുതി. കെ എന്ന് പറഞ്ഞാൽ ആരാ? പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ്. ഓക്കെ അല്ലേ? ഇനിയാണ് നമ്മളുടെ ഡൈമെൻഷൻസിൻ്റെ കളി വരുന്നത്. അപ്പോൾ ടേക്കിംഗ് ഡൈമെൻഷൻസ് ഓൺ ഈച്ച് സൈഡ് ഓഫ് ദി ഇക്വേഷൻ. അപ്പോൾ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ കാണണം, മാസിൻ്റെ ഡയമെൻഷൻ കാണണം, വെലോസിറ്റിയുടെ ഡയമെൻഷൻ കാണണം, റേഡിയസിൻ്റെ ഡയമെൻഷൻ കാണണം. ഓക്കെ, അപ്പോൾ ടേക്കിംഗ് ഡയമെൻഷൻസ് ഓൺ each side of the above equation we get എന്താണ് ഫോഴ്സിൻ്റെ ഡയമെൻഷൻ? ഫോഴ്സിൻ്റെ ഡയമെൻഷൻ പറയൂ. എം റൈസ് ടു 1, എൽ റൈസ് ടു 1, ടി റൈസ് ടു -2. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ. റൈറ്റ് ഹാൻഡ് സൈഡിൽ മാസ് ഉണ്ട്, വെലോസിറ്റി ഉണ്ട്, റേഡിയസ് ഉണ്ട്. മാസിൻ്റെ ഡയമെൻഷൻ എന്താണ്? എം റൈസ് ടു 1. പക്ഷേ മാസിൻ്റെ പവറിൽ എ എന്ന് എടുക്കണ കാരണം എം റൈസ് ടു 1 ഓൾ റൈസ് ടു എ. ഓക്കെ, ദെൻ അടുത്തത് വെലോസിറ്റി ആണ്, വി ആണ്. വി റൈസ് ടു ബി എന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ വിയുടെ ഡയമെൻഷൻ എഴുതിയിട്ട് അതിൻ്റെ പവർ എന്ത് കൊടുക്കണം? ബി എന്ന് കൊടുക്കണം. അപ്പോൾ എന്താണ് വെലോസിറ്റി ഡയമെൻഷൻ? നമുക്കറിയാവുന്നതാണ് എൽ റൈസ് ടു 1, ടി റൈസ് ടു -1 ഓൾ റൈസ് ടു ബി.
ദെൻ റേഡിയസിൻ്റെ ഡയമെൻഷൻ എന്താ? റേഡിയസ് ഒരു ലെങ്ത് ആണ്, ഡിസ്റ്റൻസ് ആണല്ലേ. അപ്പോൾ റേഡിയസിൻ്റെ ഡയമെൻഷൻ എന്താണ്? റേഡിയസിൻ്റെ ഡയമെൻഷൻ L⁻⁴. പക്ഷേ അതിൻ്റെ പവർ എന്താണ്? C ആയിട്ട് കിടക്കണ കാരണം L⁻⁴ C. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് പുറമേ കിടക്കുന്ന പവറിനെ ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള പവറുകളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനത്തെ ഒരു സ്റ്റെപ്പാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അഗെയിൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താണ്? m⁻⁴, L⁻⁴, T⁻⁻². ദാറ്റ് ഈസ് ഈക്വൽ ടു m⁻⁴ അത് നമ്മൾ എങ്ങനെ എഴുതും? m⁻⁴. ഓക്കെ, അതുപോലെ L⁻⁴, T⁻⁻⁴ എന്തെഴുതും? L⁻⁵, T⁻⁻B. ഓക്കെ അല്ലേ? ഡൗട്ടൊന്നുമില്ലല്ലോ അതിനകത്ത്. ഓക്കെ, നെക്സ്റ്റ് L⁻⁴ എന്നാണ്. അപ്പോൾ അത് നമ്മൾ എന്ത് എഴുതാം? L⁻C എന്ന് എഴുതാം. 1 × C എന്ന് വരുമ്പോൾ C എന്ന് എഴുതും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്തായിട്ട് മാറും? m⁻⁴ into L⁻B into T⁻⁻B into L⁻C. ഓക്കെ അല്ലേ? അഗെയിൻ നെക്സ്റ്റ് സ്റ്റെപ്പ് m⁻⁴ ഈക്വൽ ടു L⁻⁴ അല്ല m⁻⁴ into L⁻⁴ into T⁻⁻² ഈക്വൽ ടു, അവിടെ L എന്നുള്ള ഡയമെൻഷന് മാത്രം 2 പവറുകളുണ്ട് അല്ലേ. അപ്പോൾ നമുക്കറിയാം അവർ മൾട്ടിപ്ലിക്കേഷനായിട്ട് കിടക്കണേ എന്നുള്ളത് നമുക്കറിയാലോ. അങ്ങനെ മൾട്ടിപ്ലിക്കേഷനായിട്ട് കിടക്കുമ്പോൾ പവറുകൾ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യണ്ടേ? പവറുകൾ തമ്മിൽ ആഡ് ചെയ്യണം. അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ എന്തെഴുതാം? m⁻⁴ L⁻B കിടക്കുന്നുണ്ട്, L⁻C കിടക്കുന്നുണ്ട്. മൾട്ടിപ്ലിക്കേഷൻ, അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പവറുകൾ തമ്മിൽ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പോൾ m⁻⁴ ഇൻറ്റു L⁻B പ്ലസ് C ഇൻറ്റു T⁻⁻B. ഇപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് ചെറുതാക്കി എത്തിച്ചിട്ടുണ്ടല്ലോ നമ്മൾ. അപ്പോൾ നമുക്ക് എന്ത് വരും? m⁻⁴ L⁻⁴ T⁻⁻² ഈക്വൽ ടു m⁻⁴ L⁻B പ്ലസ് C T⁻⁻B. ഓക്കെ അല്ലേ? നമ്മൾ നെക്സ്റ്റ് എന്താ ചെയ്യാൻ പോണേ? ഇക്വേറ്റിംഗ് ദ പവേഴ്സ് ഓഫ് M, L ആൻഡ് T. അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ M, L, T കിടക്കുന്നുണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡിൽ M, L, T കിടക്കുന്നുണ്ട്. പക്ഷേ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള എമ്മുകളുടെയും എല്ലുകളുടെയും ടീകളുടെയും പവറല്ല ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എടുക്കുന്ന ആൾക്കാരുടെ. പക്ഷെ അവർ ഈക്വൽ ടു എന്നുള്ള സൈൻ ഉപയോഗിച്ചുകൊണ്ട് കണക്ട് ചെയ്ത് കാരണം നമുക്ക് പവറുകൾ എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാം. അങ്ങനെ ഇക്വേറ്റിംഗ് ദ പവേഴ്സ് ഓഫ് M, L ആൻഡ് T ചെയ്യുകയാണെങ്കിൽ, ഇക്വേറ്റിംഗ് ദ പവേഴ്സ് ഓഫ് M ചെയ്യുകയാണെങ്കിൽ എമ്മിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള പവർ എന്താണ്? A ആണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താണ്? 1 ആണ്. അപ്പോൾ A ഈക്വൽ ടു എന്ത് എഴുതാം? 1 എഴുതാം. Lൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലെ പവർ എന്താ? B പ്ലസ് C. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താ? 1 ആണ്. അപ്പോൾ B പ്ലസ് C ഈക്വൽ ടു 1 എഴുതാം. ഓക്കെ, അതുപോലെ ടിയുടെ പവർ റൈറ്റ് ഹാൻഡ് സൈഡിൽ -B ആണ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താണ്? -2 ആണ്. അപ്പോൾ -B ഈക്വൽ ടു -2. ക്ലിയർ അല്ലേ? ഇതേ വാല്യൂസ് തന്നെ ഞാൻ അപ്പുറത്ത് ഒന്നും കൂടി എഴുതിയിട്ടുണ്ട്. A ഈക്വൽ ടു 1, B പ്ലസ് C ഈക്വൽ ടു 1, B ഈക്വൽ ടു 2. അപ്പോൾ നമുക്ക് 3 ആളുകളുണ്ട് നമ്മുടെ പവറുകളിൽ, എയും ബിയും സി ഉണ്ട്. അപ്പോൾ ഓൾറെഡി നമുക്ക് 2 വാല്യൂസ് കിട്ടിക്കഴിഞ്ഞു. എന്താണ്? A ഈക്വൽ ടു 1 കിട്ടിയിട്ടുണ്ട്, പിന്നെ ഫൈനലായിട്ട് എടുക്കുന്ന B ഈക്വൽ ടു 2 കിട്ടിയിട്ടുണ്ട്. ഇനി ആരെയും കൂടി വാല്യൂ കണ്ടു മതി? സിയുടെ വാല്യൂ കണ്ടാൽ മതി. സിയുടെ വാല്യൂ കാണാൻ ആ നടുക്കെടുക്കുന്ന റിലേഷൻ എടുക്കുക. B പ്ലസ് C ഈക്വൽ ടു 1 അല്ലേ? അതിൽ ബിയുടെ വാല്യൂ 2 എന്ന് കിട്ടിയില്ലേ? അപ്പോൾ C ഈക്വൽ ടു എന്ത് വരും? 1 - B എന്ന് എഴുതാം. ബിയുടെ വാല്യൂ എന്താണ്? 2 ആണ്. അപ്പോൾ C ഈക്വൽ ടു 1 - 2. സിയുടെ വാല്യൂ എന്ത് വരും? -1 എന്ന് വരും. അപ്പോൾ എയുടെ വാല്യൂ 1 കിട്ടി, സിയുടെ വാല്യൂ -1 കിട്ടി, ബിയുടെ വാല്യൂ കിട്ടി 2 എന്ന് കിട്ടി. ആ ബിയുടെ വാല്യൂ 2 എന്നുള്ളതാണ് നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കുന്നത് കേട്ടോ. വാല്യൂസ് കിട്ടി. ഈ 3 വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂസ് ഓഫ് A, B ആൻഡ് C ഇൻ ദ ഫസ്റ്റ് ഇക്വേഷൻ. എയുടെ വാല്യൂ 1, ബിയുടെ വാല്യൂ 2, സിയുടെ വാല്യൂ -1. ഈ 3 വാല്യൂസും നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്തായിരുന്നു ഫസ്റ്റ് ഇക്വേഷൻ എന്നുള്ളത് പറയാം അല്ലേ? F ഈക്വൽ ടു K ഇൻറ്റു M⁻⁴ V⁻⁵ R⁻C എന്നായിരുന്നു അല്ലേ? അപ്പോൾ എയുടെയും ബിയുടെയും സിയുടെ പ്ലേസിൽ അവരുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ K ഇൻറ്റു M⁻⁴. എയുടെ വാല്യൂ 1 അല്ലേ? അപ്പോൾ എയുടെ വാല്യൂ 1 കൊടുത്തു. V⁻B എന്നാണ്. ബിയുടെ വാല്യൂ എന്താണ്? ബിയുടെ വാല്യൂ എന്താണ്? 2 ആണ്. അപ്പോൾ V² എന്ന് വരും. R⁻C എന്നാണ്. സിയുടെ വാല്യൂ എന്താണ്? -1 ആണ്. അപ്പോൾ F ഈക്വൽ ടു K ഇൻറ്റു M⁻⁴ V⁻2 R⁻-1. ഓക്കെ അല്ലേ? ആ (-1) നമുക്ക് താഴേക്ക് എഴുതുകയാണെങ്കിൽ (-1) എന്നുള്ളത് നമുക്ക് താഴേക്ക് എഴുതാം. കാരണം അത് ന്യൂമറേറ്ററിൽ മൈനസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഡിനോമിനേറ്ററിലേക്ക് പ്ലസ് ആക്കി എഴുതാം. അങ്ങനെ എഴുതുകയാണെങ്കിൽ നമ്മുടെ ഫൈനൽ റിസൾട്ട് കിട്ടും. എന്താണ്? F ഈക്വൽ ടു mv²/r. F ഈക്വൽ ടു mv²/r. നമ്മൾ ഈ വർഷം പഠിക്കുന്ന ഒരു ഇക്വേഷനാണ് കേട്ടോ അത്. സെൻട്രിപെറ്റൽ ഫോഴ്സ് അതിൻ്റെ ഇക്വേഷൻ നമുക്ക് സെക്കൻഡ് ഇയറിലേക്കൊക്കെ വളരെ
വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഇക്വേഷനാണ്. ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ? F=mv²/r. r എങ്ങനെ ബൈ വന്നെന്നുള്ളത് മനസ്സിലായല്ലോ. r⁻⁻1 ആയിരുന്നു, താഴത്തേക്ക് എടുത്തു. ക്ലിയർ അല്ലേ? അത് വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലം. നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു 2 പ്രോബ്ലം ഞാൻ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ തരുന്നുണ്ട്. അതിൽ ഹിൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ഹിൻറ്റുകൾ യൂസ് ചെയ്തിട്ട് എന്ത് കണ്ടുപിടിച്ച് നോക്കുക, അതിൻ്റെ സൊല്യൂഷൻ ഒന്ന് കണ്ടുപിടിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നിങ്ങൾക്ക് ഹോംവർക്ക് ചെയ്യാനായിട്ട് 2 പ്രോബ്ലം. ആദ്യത്തെ പ്രോബ്ലം നമ്പർ 2 എന്നാണ് കൊടുത്തേക്കണം കേട്ടോ, കാരണം ഓൾറെഡി നമ്മളവിടെ നമ്പർ 1 എന്നുള്ള പ്രോബ്ലം ആണല്ലോ ചെയ്തത്. നമ്പർ 2, ഡിറൈവ് ദി ഇക്വേഷൻ ഓഫ് വെലോസിറ്റി ഓഫ് ലോഞ്ചിറ്റ്യൂണൽ വേവ് ഇൻ എ മീഡിയം. സപ്പോസ് വെലോസിറ്റി ഡിപ്പെൻഡ്സ് ഓൺ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി E ആൻഡ് ഡെൻസിറ്റി ഓഫ് ദി മീഡിയം റോ എന്നാണ് ഡെൻസിറ്റി ഓഫ് മീഡിയം റോ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? അതിൻ്റെ ഹിൻറ്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഡയമെൻഷൻ ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി m⁻⁻1 l⁻⁻1 t⁻⁻2 ആൻഡ് ഡയമെൻഷൻ ഓഫ് റോ എന്താണ് m⁻⁻1 l⁻⁻3 t⁻0. ഹിൻ്റാണ്. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ എഴുതാം? ഞാൻ എഴുതുന്ന രീതി ഒന്ന് പറഞ്ഞുതരാം, നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ഓക്കെ, ചെയ്ത് നോക്കില്ലേ? ഓക്കെ, അതായത് വി ആണല്ലോ നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടത്, വെലോസിറ്റി ആണ്. അപ്പോൾ വെലോസിറ്റി പ്രപ്പോർഷണൽ e⁻a ρ⁻b എഴുതാം. വി പ്രപ്പോർഷണൽ e⁻a ρ⁻b. ഇയും റോയും നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട്. പവറുകൾ എങ്ങനെയാണെന്നുള്ളത് അറിയാത്ത കാരണം e⁻a ρ⁻b. ഇനി പ്രപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു ഇൻറ്റു കോൺസ്റ്റൻറ്റ് കൊടുക്കുക. എന്നിട്ട് ടേക്കിംഗ് ഡയമെൻഷൻസ് ചെയ്യുക, എയുടെയും ബിയുടെയും വാല്യൂസ് കണ്ടുപിടിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ v=√e/ρ എന്ന ആൻസർ വരും. v=√e/ρ എന്ന് ആൻസർ വരും. ചെയ്ത് നോക്കുക. കിട്ടിയില്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ സൊല്യൂഷൻ ഞാൻ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ സൊല്യൂഷൻ പറഞ്ഞിട്ടേ നമ്മൾ പുതിയ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുള്ളൂ. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, ഡിറൈവ് ദ ഇക്വേഷൻ ഓഫ് വെലോസിറ്റി ഓഫ് എ ട്രാൻസ്വേഴ്സ് വേവ് ഓൺ എ സ്ട്രിംഗ്. Suppose the velocity depends on tensional force T, length of the string L and mass per unit length of the string mu എന്ന് വിളിക്കുകയാണ് കേട്ടോ, mu. അതിൻ്റെ ഹിൻറ്റുകളൊക്കെ ഉണ്ട്. ഡയമെൻഷൻ ഓഫ് ടെൻഷൻ ഫോഴ്സ് ആയതുകൊണ്ട് ഫോഴ്സിൻ്റെ ഡയമെൻഷൻ തന്നെ m⁻⁻1 l⁻⁻1 t⁻⁻2. ഡയമെൻഷൻ ഓഫ് മാസ് പെർ യൂണിറ്റ് ലെങ്ത് എന്താണ് m⁻1 l⁻⁻1 എന്നാണ് കേട്ടോ. മാസ് അല്ല, മാസിൻ്റെ ഡയമെൻഷൻ അല്ല, മാസ് ബൈ ലെങ്ത് ആണ്. അപ്പോൾ m⁻1 l⁻⁻1. പിന്നെ ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ നിങ്ങൾക്ക് അറിയാം. ഇതുപോലെ തന്നെ ചെയ്യുക. എന്താ? വി പ്രപ്പോർഷണൽ എങ്ങനെ എഴുതണം? ഇതിൽ 3 ആൾക്കാർ തന്നിട്ടുണ്ട് അല്ലേ? t⁻a l⁻b μ⁻c. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വാല്യൂ കിട്ടും. v =√T/μ എന്നാണ് വരിക. എല്ലിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അങ്ങനത്തെ ഒരു ഇക്വേഷൻ നമുക്ക് വരാം. v =√T/μ എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ ഒന്ന് ചെയ്ത് നോക്ക്. പറ്റില്ലെങ്കിൽ നമുക്ക് പറ്റില്ല എന്നല്ല, പറ്റില്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ സൊല്യൂഷൻ ചെയ്തിടും. ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിനി സെക്കൻഡ് അപ്ലിക്കേഷൻ അവസാനിപ്പിക്കുകയാണ്. തേർഡ് അപ്ലിക്കേഷനിലേക്ക് കിടക്കുകയാണ്. തേർഡ് അപ്ലിക്കേഷൻ്റെ വെറുതെ ഒരു ഇൻട്രൊഡക്ഷൻ അത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് തേർഡ് അപ്ലിക്കേഷൻ? ടു കൺവേർട്ട് എ യൂണിറ്റ് ഫ്രം വൺ സിസ്റ്റം ടു അനദർ സിസ്റ്റം. തേർഡ് അപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ തേർഡ് അപ്ലിക്കേഷൻ പല യൂണിറ്റ് സിസ്റ്റങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. FPS, MKS, CGS, SI സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്കിപ്പോൾ 1000 കിലോഗ്രാം അല്ലെങ്കിൽ 1 കിലോഗ്രാം 1000 ഗ്രാം. അപ്പോൾ കിലോഗ്രാം എന്നുള്ളത് ഒരു യൂണിറ്റാണ്, സിസ്റ്റമാണ്. ഗ്രാം എന്നുള്ളത് വേറെ യൂണിറ്റ് സിസ്റ്റമാണ്. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ നമുക്ക് എളുപ്പത്തിൽ മാറ്റാൻ പറ്റും അല്ലേ? പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊക്കെ. ഇപ്പോൾ കിലോമീറ്റർ പെർ അവറും നമുക്ക് വേണമെങ്കിൽ മാറ്റാം, മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാം. പക്ഷേ കിലോമീറ്റർ പെർ മിനിറ്റ്, കിലോമീറ്റർ പെർ ഡേ അങ്ങനെയൊക്കെ ഒന്ന് വയ്ക്കും. അപ്പോൾ മാറ്റാനായിട്ട് ബുദ്ധിമുട്ടാണ് അല്ലേ? കുറച്ച് കാൽക്കുലേഷൻ നടത്തേണ്ടി വരും. പക്ഷേ അങ്ങനെ ഭയങ്കര വലിയ കാൽക്കുലേഷൻ ഒന്നും ഇല്ലാതെ തന്നെ ഡയമെൻഷണൽ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു യൂണിറ്റിനെ ഒരു സിസ്റ്റത്തിൽ നിന്ന് വേറെ സിസ്റ്റത്തിലേക്ക് സിമ്പിളായിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ അത് മാറ്റാനായിട്ട് നിങ്ങൾക്ക് 2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു മെഷേർഡ് വാല്യൂ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് അറിയണം. ഇപ്പോൾ 100 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ അതിനകത്ത് 100 എന്നുള്ളൊരു പാർട്ടുണ്ട്, സെൻറ്റിമീറ്റർ എന്നുള്ളൊരു പാർട്ടുണ്ട്. ഈ 100നെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂമറിക്കൽ വാല്യൂ, സെൻറ്റിമീറ്ററിനെ വിളിക്കുന്ന പേരാണ് യൂണിറ്റ്. അപ്പോൾ എവറി മെഷേർഡ് വാല്യൂ കൺസിസ്റ്റ് ഓഫ് 2 പാർട്സ്. എല്ലാ മെഷേർഡ് വാല്യൂസിനും 2 പാർട്ടുണ്ട്. എന്തൊക്കെയാണ്? ന്യൂമറിക്കൽ വാല്യൂ ഉണ്ട്, അതിന് സ്മോൾ ലെറ്റർ n എന്നും, യൂണിറ്റ് ഉണ്ട്, അതിനെ സ്മോൾ ലെറ്റർ u എന്നും വിളിക്കും. ഓക്കെ, ന്യൂമറിക്കൽ വാല്യൂ n ആൻഡ് യൂണിറ്റ് u. അപ്പോൾ NU അതാണ് മെഷേർഡ് വാല്യൂൻ്റെ എഴുതുന്ന പാറ്റേൺ. NU എന്ന് വെച്ചാൽ ന്യൂമറിക്കൽ വാല്യൂ, പിന്നെ അതിൻ്റെ കൂടെ യൂണിറ്റ്. അതാണ് 100 സെൻറ്റിമീറ്റർ,
10 സെൻറ്റിമീറ്റർ, 10 കിലോഗ്രാം, 10 മീറ്റർ പെർ സെക്കൻഡ് ഒക്കെ ന്യൂമറിക്കൽ വാല്യൂ യൂണിറ്റ്. ഓക്കെ, ഇനി ഇവരുടെ രണ്ടാളിൽ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ റിലേഷൻ ഉണ്ട്. ഒരു മെഷർമെൻറ്റിൽ ന്യൂമറിക്കൽ വാല്യൂവിന് ഇൻവേഴ്സിലി പ്രപ്പോർഷനാണ് ആര്? യൂണിറ്റ്. അല്ലെങ്കിൽ യൂണിറ്റിന് ഇൻവേഴ്സിലി പ്രപ്പോർഷനാണ് ആര്? ന്യൂമറിക്കൽ വാല്യൂ. എങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇൻ എ മെഷർമെൻറ്റ് ദ ന്യൂമറിക്കൽ വാല്യൂ ഈസ് ഇൻവേഴ്സിലി പ്രപ്പോർഷണൽ ടു ദ യൂണിറ്റ് ഓർ വൈസ് വേഴ്സ. വൈസ് വേഴ്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചും. ഓക്കെ, അപ്പോൾ ഇൻ എ മെഷർമെൻറ്റ് ദ ന്യൂമറിക്കൽ വാല്യൂ ഈസ് ഇൻവേഴ്സിലി പ്രപ്പോർഷണൽ ടു യൂണിറ്റ് ഓർ വൈസ് വേഴ്സ. That is n proportional 1 by u or n equal to k into 1 by u. അല്ലെങ്കിൽ ആ യുവിനെ അങ്ങോട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് ഇൻറ്റു ചെയ്യുകയാണെങ്കിൽ n ഇൻറ്റു യു ഈക്വൽ ടു കെ, എ കോൺസ്റ്റൻറ്റ്. അവരുടെ പ്രോഡക്റ്റ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. കാരണം n ഇൻറ്റു യു, അത് ഏത് സിസ്റ്റം എടുക്കുകയാണെങ്കിലും അവരുടെ പ്രോഡക്റ്റ് എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഉദാഹരണം, 1 കിലോഗ്രാം എന്നുള്ളതിൽ 1 എന്ന് പറയുന്നത് n ആണ്, യു എന്ന് പറയുന്നത് കിലോഗ്രാം ആണ് അല്ലേ? ആ സാധനം തന്നെയാണ് 1000 ഗ്രാം എന്ന് പറഞ്ഞിട്ട് വേറെ സിസ്റ്റത്തിൽ വരണേ. പക്ഷെ 1ന് പകരം ആര് വന്നു? 1000 വന്നു. കിലോഗ്രാമിന് പകരം ആര് വന്നു? ഗ്രാം വന്നു. പക്ഷെ 1 കിലോഗ്രാം ഈക്വൽ ടു 1000 ഗ്രാം ആണല്ലോ. അപ്പോൾ എപ്പോഴും ഈ എന്നിൻ്റെയും യുവിൻ്റെയും പ്രോഡക്റ്റ് എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, പ്രോഡക്റ്റ് ഓഫ് ന്യൂമറിക്കൽ വാല്യൂ ആൻഡ് യൂണിറ്റ് ഓൾവേസ് എന്തായിരിക്കും? കോൺസ്റ്റൻ്റ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണല്ലോ. ഇനി തേർഡ് അപ്ലിക്കേഷൻ്റെ പ്രോബ്ലംസ് ആണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് എന്താണെന്നുള്ളത് നിങ്ങളൊക്കെ അറിയിക്കാം. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ച് ചോദിക്കുക. ഓക്കെ, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ചോദിക്കുക. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലാവാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. പിന്നെ എല്ലാവർക്കും ഓണാശംസകൾ. ഓക്കെ.